ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ കെട്ടി ഒരുങ്ങിയിട്ട് എൻ്റെ അവിടെ പോവാണ്. കാരണം നിൻ്റെ അമ്മൻ്റെ പാപ്പയും അനിയത്തി വന്നുണ്ട്. ധ്വാനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്വാനെ നല്ലോണം ഒരുക്കിയിട്ട് നമ്മൾ പുറകെ കൊണ്ടാക്കാൻ പോവാണ്. കാരണം വേഗം കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരണം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അജിക്കാക്ക് പള്ളിയിൽ പോകും വേണം. എനിക്കൊരു മൈലാഞ്ചി ഇടാനുള്ള വർക്കുള്ളതുകൊണ്ട് അതിനും പോകാണ്ട്. അപ്പോൾ നേരെ നമ്മൾ സുന്ദരമായ ഗ്രാമത്തിൽ കൂടെ നമ്മൾ നേരെ എൻ്റെ അവിടെ പോയി വേഗം ധ്വാനെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു വന്ന്. കാരണം നമുക്ക് മൈലാഞ്ചി ഇടാനുള്ള വർക്കുള്ളതുകൊണ്ട് തന്നെ പുറകെ വന്ന് നേരെ കുളിച്ച് കഴിഞ്ഞ് ആൾ വരുമെന്ന് കാത്തിരുന്നപ്പം ആൾ വന്നില്ല. അപ്പോൾ നമ്മൾ വേറെ വണ്ടി എടുത്ത് ഓളെ കൂട്ടാൻ പോയതിന് പോയപ്പോൾ പറഞ്ഞ് ഇജ്ജ് പോയിക്കോ, ഞങ്ങൾ രാത്രി ആക്കി തന്നോളാം. അതുകൊണ്ട് തന്നെ ഓളെ അവിടെ ആക്കിയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി. പോകുന്ന വഴിക്ക് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ചായ കുടിക്കാൻ പറയുമ്പം കുറച്ച് സഞ്ചരിച്ചിട്ടാവുക ചായ കുടിയെന്നായി. ഈ വഴിയൊക്കെ കാണുമ്പോൾ ഇപ്പം വല്ലാണ്ട് മിസ് ചെയ്യണ്. കാരണം എന്താ വെച്ചാൽ 4 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ വഴിക്കൂടെയൊക്കെ കട്ട് പോയോണ്ടിരുന്ന വഴിയായിരുന്നത്. അന്നൊന്നും ഈ ഒരു മനോഹരമായ കാഴ്ചകളൊന്നും എനിക്ക് കണ്ണുറന്ന് കാണാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ അജുക്കാക്കൻ്റെ ബേക്കിൽ ഇങ്ങനെ കൂഞ്ഞിരിക്കുക ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും കണ്ടാൽ ഇപ്പറേ പോയി പറഞ്ഞു കൊടുക്കുമോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ കണ്ണുറന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ചാടിക്കാൻ പോയി. പണ്ടൊക്കെ അജുക്കാക്ക് എന്ത് സ്നേഹം, ഈ കൈ ഇവിടെ വെക്കുമ്പോൾ തന്നെ അജുക്കാക്ക വെച്ച് കണ്ട് എടുത്താണ് പള്ളമ്മക്കൊക്കെ. ഇപ്പം ഒരു സ്നേഹമില്ല. പിന്നെ ഗ്രൗണ്ട് കണ്ടാൽ പിന്നെ അജുക്കാക്ക് ഭ്രാന്താണ്. ഫുട്ബോൾ പറഞ്ഞാൽ ഭ്രാന്തായതുകൊണ്ട് തന്നെ ഓരോ ഗ്രൗണ്ട് കാണുമ്പോഴും കാലിയായ ഗ്രൗണ്ട് കണ്ടാൽ അതിനും കുറ്റം പറയും. കാലിയായത് കണ്ടില്ലെങ്കിൽ എനിക്ക് ഇറങ്ങി കളിക്കാൻ പൂതിയാണ് അറിയാൻ. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ടൂർണമെൻറ്റ് കൂടി കണ്ടപ്പം അജിക്കാക്കൻ പുലിവ് കണ്ടിനി എന്താന്നാ. പിന്നെ ഓരോരോ കഥകളിങ്ങനെ പറയാണ്ടാവും. ആ കഥകളൊക്കെ കേട്ട് ഞാനും ഇങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കും. പിന്നെ ഓരോ മനോഹരമായ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ചായ അടിക്കണ മുന്നേ ഒരു കയാക്കിങ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ആടെ പോയപ്പോൾ ആടെയും പോയി ചമ്മി. കാരണം എന്താ വെച്ചാൽ മൈലാഞ്ചി ഇടുന്ന ഫസ്റ്റ് ചമ്മി, പിന്നെ ഇവിടെ പോയി ചമ്മി. കാരണം എന്താ വെച്ചാൽ ആടെ പ്രീ ബുക്കിംഗ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആളെയും കൂട്ടിയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് ആടുന്നും സുല്ലടിച്ച് പോന്ന്. പിന്നെ ഞങ്ങൾ നേരെ പോയി ചായയും കുടിച്ച് പുരേക്ക് പോരാമെന്ന് വിചാരിച്ചപ്പം പിന്നെ ഇത് 1 മണിക്കൂറിനൊക്കെ 200 റുപ്യ കൊടുത്താൽ മുതലാട്ടോ. കാരണം 25 ഭംഗി ഫുള്ള് നമുക്ക് ആസ്വദിക്കാം 1 മണിക്കൂർ. അപ്പോൾ നേരെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് നേരെ പുറകെ പോയി. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ ഉത്സവമായതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും പന്തം കൊളുത്തി തീയിട്ട് ഓല എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടിട്ട് അതൊക്കെ അവിടെ നടക്കുക. അപ്പോൾ അടുത്ത